ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷൈലാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ തിരുവോണ ദിനമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരുപാട് പച്ചക്കറിയുടെ ഐറ്റംസ് ഒക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് ആ പാടെ ഒരു വെജിറ്റേറിയൻ മൂഡിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മൂടെന്ന് വരാൻ വേണ്ടിയിട്ട് ഇന്നൊരു വെറൈറ്റി ഐറ്റം, ഇത്തിരി നോൺ വെജ് ഐറ്റം മേടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അതിനുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. പോയേക്കാം കൊന്ന. ഓക്കെ, റെഡി അല്ലേ? എന്നാ വാ. നമ്മൾ മേടിക്കാൻ പോയ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പന്നി കിട്ടുന്നത്. നല്ല കട്ടി നെയ്യുള്ള പന്നി കിട്ടിയിട്ടുണ്ട്. നെയ്യെന്ന് വെച്ചാൽ തൊലി, നല്ല തൊലിക്കട്ടിയുള്ള പന്നി. ഇനി ഇവനെ നമുക്ക് വേണ്ടേ വേണ്ട അധികം തേങ്ങയും അല്ല കരിക്കും അല്ലാത്ത ഐറ്റം, അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അധികം മൂത്തറിനെ തേങ്ങ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്തിരി കരിക്കും അല്ല തേങ്ങ അല്ലാത്ത വിധത്തിൽ കിട്ടിയിട്ടുള്ള ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഇവനെ ഇട്ട് ഈ പന്നിക്കൂട്ടിനെ നമുക്ക് തകർക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വീഡിയോയിലിട്ട് പോവാം. ഓക്കെ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ തേങ്ങയുമല്ല കരിക്കുമല്ലാത്തതിൻ്റെ പാകമാണ്. കണ്ട, ഇതിട്ടാൽ നല്ല കിടുക്കാച്ചി ആയിരിക്കും. ആ പന്നിയുടെ ആ കട്ടി തൊലിയും ഇതും കൂടി ആകുമ്പോണ്ടല്ലോ രണ്ടും ഒരേപോലെ ഇരിക്കും. ഇത് രണ്ടും കൂടി ഒരു കടി കടിച്ച് ഇറക്കിയാലുണ്ടല്ലോ കിടുക്കാച്ചനായിട്ടാണിത്. അതിനകത്ത് വേറൊരു സാധനം വേണ്ട, ഇതങ്ങ് ഇട്ട് ഇത് നല്ല പാകമാണല്ലേ, നല്ല പാൽ പരുവാ. അങ്ങനെ പന്നിക്കുട്ടനെ നല്ലപോലെ അരിഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണം നമുക്കൊരു കുക്കറിലിട്ട് ശകലം മഞ്ഞപ്പൊടി, 8 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അധികം ചെറുതല്ല, പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ടെന്ന് നമുക്കൊന്ന് കുക്കറിലൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 8 വിസിലടിക്കാം. 8 വിസിലടിക്കാം. 8 വിസിലടിച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് പിന്നെ തേങ്ങാക്കൊത്ത എപ്പോഴാണ് ഇടുന്നത്? അതിന്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്ത് ഇടണം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരു 8 വിസിൽ വരെ അടിച്ച് വേവിച്ചെടുക്കാം. ഓക്കെ. അങ്ങനെ പന്നി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ തേങ്ങാക്കൊത്ത്. അത് ഒരു തേങ്ങ കാണിച്ചായിരുന്നില്ലേ, അതിന്റെ ഞാൻ പറയട്ടെ, അതിന്റെ പകുതി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി അരിഞ്ഞെടുത്ത് ഇട്ടിട്ടുണ്ട്. അത് തേങ്ങ എന്ന് പറയാൻ പറ്റത്തില്ല, കരിക്കുമല്ല തേങ്ങയുമല്ലാത്ത ഒരു പാകമാണ്. പിന്നെ ആവശ്യത്തിനുള്ള പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കൊന്ന് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിന്. നമുക്കൊന്ന് ഒരു 8 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. നോക്കാം, 6 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് മതി. പന്നിയുടെ വേവ് പലതാണല്ലോ. ഉപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 വിസിൽ അടുപ്പിച്ച് പന്നിയിറച്ചി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 6 വിസിലടിച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് അല്പം കൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ 8 വിസിൽ വേണ്ടി വന്നിട്ടാ ഇതിന്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പന്നി റോസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല കുഴയായിട്ടിരിക്കണം, എന്നാലേ നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ. നമുക്കിപ്പോ 1.5 കിലോ പന്നി മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പില, കാരണം കറിവേപ്പില നേരത്തെ ഇട്ട് വേവിച്ചിട്ടുണ്ട്, പന്നിയിറച്ചിയിൽ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അതിനകത്ത് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. താളിക്കുമ്പോ അതിനാണ് അല്പം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ ആവശ്യമായ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് വേവിച്ചതുകൊണ്ട് ഇത് 3/4 എടുത്തിട്ടുള്ളൂ കേട്ടോ, ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. മറ്റേത് 1/4 ടീസ്പൂൺ ഇട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഗരം മസാല പൗഡർ അതൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പന്നി നെയ്യാണ് കേട്ടോ. ഈ ഇതിനകത്ത് നിന്ന് എടുത്ത നെയ്യാണ്. ഇതാണ് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. എണ്ണ ചൂടായിട്ടുണ്ട്. പൊട്ടിച്ചെറി അയക്കുന്നു. സവാള, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ കേട്ടോ. അങ്ങനെ തക്കാളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നനച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും ഒക്കെ കൂടി നല്ലതുപോലെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ശനിയും ഞായറുമാണ് ചങ്ങനാശ്ശേരിയിൽ പന്നിയിറച്ചി കിട്ടുന്നത്. അതായത് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോയി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പോയി വാങ്ങിക്കുന്നത് കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ അല്പം വിനാഗിരി ഒഴിക്കണേ. ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഉണ്ട് കേട്ടോ. പന്നിയുടെ ആ ഒരു ചെറിയ ഒരു കുത്തലൊക്കെ മാറിപ്പോകും അല്ലേ? ഒരു അല്പം അത് ചേർക്കും. പന്നിയിറച്ചിയിൽ ഞാൻ ചേർക്കും. ഇച്ചിരി മാറ്റണം വെള്ളം. അല്പം നമ്മുടെ പന്നി ഇതിലേക്ക് കമത്ത് വേണ്ടോ. നന്നായിട്ട് അങ്ങ് ഇടയ്ക്ക് കൂട്ടിക്കും അങ്ങോട്ട്. ഇനി ഇങ്ങനെയാണ് അതിൻ്റെ പരുവമാകുന്നത്. ഇനി ഇതിൽ കിടന്ന് ഇങ്ങനെ വറ്റി വറ്റി നല്ല കിടുക്കാച്ചായിട്ട് മാറും. വെള്ളം ചേർക്കാഞ്ഞിട്ട് പോലുവേ അത്യാവശ്യം വെള്ളം വരും. അല്ല, ഇത്തിരി വെള്ളം വേണം. നെയ്യ് വരും. ഒരല്പം വെള്ളം ഉണ്ടെങ്കിൽ ആ ഗ്രേവി ആയിട്ടൊക്കെ നല്ലപോലെ അങ്ങനെ സെറ്റ് ആകത്തുള്ളൂ. അതല്ലേ റോസ്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ പന്നിക്കറി കിടുക്കാച്ചായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ നമുക്ക് ഒന്ന് പന്നിക്കറി വെച്ചാൽ കുറച്ച് നേരം ഇരിക്കണം. എടുത്തങ്ങടെ അപ്പത്തിനങ്ങോട്ട് പെരുമാറരുത്. അതായത് നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കാൻ എടുത്ത ക്ഷമ കുറച്ച് നേരം കൂടി ഒന്ന് കാണിക്കണം. അവിടെ ഒന്ന് ഇരുന്നൊന്ന് സെറ്റായി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വീണ്ടും ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വരണ്ടങ്ങ് വരും. അപ്പം അവനങ്ങ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം അവനങ്ങ് എടുത്ത് പിടിച്ചാണ്ടല്ലോ. പൊന്ന് സാറേ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ അടുത്ത കാണാം അല്ലേ? അങ്ങനെ നമ്മുടെ പന്നി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കും തോറും വരണ്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് തീരാനാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതെ, അപ്പോൾ കഴിക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന തേങ്ങാക്കൊത്തിട്ട പന്നിക്കറി പന്നി റോസ്റ്റ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ചു നോക്കാം. നോക്കാൻ പോവാട്ടാ. പന്നി റോസ്റ്റ് പന്നിക്കറി എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്നുണ്ട് അടിപൊളി, സൂപ്പർ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓണസദ്യയുടെ ബാക്കി ഐറ്റംസിൻ്റെ കൂടെ ഇന്നത്തെ അടിപൊളി പന്നിക്കറി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.